ലയോ 14 മാർപ്പാപ്പയിൽ നിന്ന് തൃശ്ശൂർ അതിരൂപതയ്ക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അംഗീകാരമാണ്. സന്തോഷത്തിന്റെ ഈ നിമിഷത്തിൽ സാറും ഒരു ഷൈവലിയാറായി പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നത്? അതായത് തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ച് ഭാരത സഭയ്ക്കും കേരള സഭയ്ക്കും ഏറ്റവും അധികം നേതൃത്വത്തെ സംഭാവന ചെയ്ത ഒരു സമൂഹമാണ്. മാത്രമല്ല എന്റെയൊക്കെ വളർച്ചയില് ഈ മറ്റ് ഷൈവലിയാറായിട്ട് സ്ഥാനം കിട്ടിയിട്ടുള്ളവരും മുഴുവനും എന്നെ സഹായിച്ചിട്ടുള്ളവരാണ്, ഞാൻ അവരെ സഹായിച്ചിട്ടുള്ളവരാണ്. ഒരു കൂട്ടായ്മയുടെ ഒരു ആഘോഷമാണ്. വലിയ ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും നൽകുന്നു. എന്താ വാക്കുകളില്ല. യാദൃച്ഛികമായ അല്ല ഞാൻ സഭാപ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നത്. എൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം എനിക്കുണ്ട്. എൻ്റെ അമ്മ ഒരു പള്ളി സ്കൂളിൽ അധ്യാപികയായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയിലെ എല്ലാ പ്രവർത്തനങ്ങളുമായി വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അതിലൂടെ വളർന്നു വന്നു. KCSL-ന്റെ രൂപത സെക്രട്ടറി ആയിരുന്നു. പിന്നീട് കുറച്ചൊരു പഠനത്തിന്റെ ഇടവേളയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുടുംബം, മക്കള്, രണ്ടാമത്തെ കുഞ്ഞ് സൺഡേ സ്കൂളിൽ കയറിയപ്പോ അന്ന് ഞങ്ങൾ പൊന്നാനിയായിരുന്നു താമസിച്ചിരുന്നത്. അവിടുത്തെ വികാരിയച്ഛനാണ് ഇഗ്നേഷ്യസ് നന്ദിക്കര അച്ഛൻ, എന്റെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാമത്തെ മകൻ 1ാം ക്ലാസ്സിൽ ചേർന്നപ്പോ ഞാനും ചേർന്നാണ്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് സൺഡേ സ്കൂൾ അധ്യാപികയായി. അത് കഴിഞ്ഞ് തൃശ്ശൂർക്ക് ട്രാൻസ്ഫറായി വന്നപ്പോ തന്നെ ആ വർഷം തന്നെ ദൈവനിയോഗം എന്ന നിലയിൽ പാസ്റ്റർ കൗൺസിൽ അംഗമായി. പിന്നീട് തൃശ്ശൂർ അതിരൂപത പാസ്റ്റർ കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ആയി 2 ടേംസ് ശുശ്രൂഷ ചെയ്തു. സെക്രട്ടറി ആയി 2 ടേംസ് ശുശ്രൂഷ ചെയ്തു. അതിനിടയിൽ പല പ്രതിസന്ധികളിലൂടെയും സഭ പുറം ലോകത്തും സഭയുടെ ഉള്ളിലും കോവിഡ് വന്നു, പ്രളയം വന്നു. സഭയുടെ പ്രതിസന്ധികളിലൊക്കെ പിടിച്ചു നിൽക്കുവാനും സഭാ മക്കളെ ഒന്നിച്ചു കൂട്ടുവാനും ഒന്നിച്ചു നിർത്തുവാനുമുള്ള വിശ്വാസികളുടെ ദൗത്യം അന്ന് എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അതിനിടയിലാണ് കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയെ CBCIയുടെ പാസ്റ്റർ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റായി, KCBCയുടെ പാസ്റ്റർ കൗൺസിലിന്റെ ജോയിന്റ് സെക്രട്ടറി ആയി, 3 സഭകളും കൂടി ചേരുന്ന ആത്മായ കമ്മീഷനായ KCBCയുടെ കേരള കാത്തലിക് ഫെഡറേഷന്റെ ജോയിന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഞാൻ പല മേഖലകളിൽ എന്റെ സമയമാണ് ഞാൻ കർത്താവിന് വേണ്ടി, എന്റെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ നൽകിയത്. കാരണം നമുക്കറിയാലോ 8-9 മണിക്കൂർ ഒരു സർവകലാശാലയിലെ അധ്യാപിക എന്ന നിലയിലും അവിടുത്തെ പല ഉത്തരവാദിത്തങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലും ഒരിക്കലും ഞാൻ സഭാ ശുശ്രൂഷയിൽ പിന്നോട്ട് നിന്നിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ സഭയിലുള്ള സജീവ പങ്കാളിത്തം കൊണ്ടായിരിക്കാം അഭിവന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ജയിലിത പിതാവിന്റെ ഒരു നോമിനേഷൻ കൂടിയാണല്ലോ. അങ്ങോട്ടേക്ക് അപേക്ഷ വയ്ക്കുന്നത് നമ്മളാരുമല്ല, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല. ഇതിന് സത്യത്തിൽ ആൻഡ്രൂസ് പിതാവിന്റെ തന്നെ കൈകളാണ് അതിനുള്ള ഒരുക്കമൊക്കെ ചെയ്ത് 2 ദിവസം മുന്നെയാണ് ഞങ്ങളെ അറിയിച്ചത്. ഇങ്ങനെയുള്ള ഇത് വലിയൊരു അനുഗ്രഹമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഇപ്പോ സാധാരണ സ്ത്രീകളെല്ലാം പറയും ഞങ്ങൾക്ക് ജോലിയിലെ വീട്ടിലെ കാര്യങ്ങളുണ്ടെന്ന്. മാഡം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള ജോലി കഴിഞ്ഞ് പിന്നെ വീട്ടമ്മയായി, അതിനുശേഷമാണ് സഭയ്ക്ക് വേണ്ടി കുറെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഈ ഷൈവലിയാർ പദവിയിലേക്ക് എത്തിയത്. അപ്പൊ നമ്മളുടെ വീട്ടമ്മമാരോട് എന്താണ് മാഡത്തിന് പറയാനുള്ളത്? ഒന്ന്, എന്റെ ജീവിത പങ്കാളിയുടെ, എന്റെ ഭർത്താവിന്റെ പരിപൂർണമായ പിന്തുണ എനിക്കുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് തോന്നുന്നു എന്റെ സാഹചര്യങ്ങളായിരിക്കാം, പ്രത്യേകമായ ഒരു സാഹചര്യം. 2 ആൺകുട്ടികളായിരുന്നു എനിക്ക്, 2 ആൺമക്കളാണ്. അപ്പൊ അവർക്ക് നമ്മുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പെൺകുട്ടികൾക്ക് കൊടുക്കേണ്ട ശ്രദ്ധയോ അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാതെ ഹസ്ബൻഡ് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അവരും പക്ഷെ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. കാരണം ഈ DBCLC-യിൽ ഞാൻ രാവിലെ എന്റെ ഇടവക പള്ളിയിൽ കാറ്റീസം പഠിപ്പിച്ചു കഴിഞ്ഞു നേരെ അവിടെ നിന്ന് DBCLC വന്ന് കോൺടാക്ട് ക്ലാസ് ഉണ്ടായിരുന്നു അന്നൊക്കെ കാറ്റീസത്തിന്, എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകും. അപ്പൊ ഇവിടെ വന്ന് പഠിപ്പിച്ച് 2 മണിയൊക്കെ ആയിട്ട് ഞാൻ തിരിച്ചു വീട്ടിലെത്തുമ്പോ ഞാൻ ഇന്നും ഓർക്കുന്നു നന്ദിയോടെ, അന്ന് ഡയറക്ടർ ആയിരുന്ന ജിഫി മേക്കാട്ടുകൾ അച്ഛൻ ഒരു പാത്രത്തിൽ എനിക്ക് ബീഫ് കറി, ഞായറാഴ്ച നമ്മുടെ ഒരു പാരമ്പര്യമാണല്ലോ, അച്ഛൻ എല്ലാ ഞായറാഴ്ചയും അങ്ങനെ ക്ലാസ്സുകളുള്ളൂ. അങ്ങനെ പോലെ എന്നെ കരുതിയ ഒരുപാട് വൈദികരുണ്ട്. അപ്പൊ എന്നെ അതിരൂപത തലത്തിലേക്ക് കൊണ്ടുവന്ന ഞങ്ങളുടെ വികാരിച്ചായിരുന്ന ജോർജ് ചെറുപ്പൂരച്ഛൻ, ഇവിടെ DBCLC ഡയറക്ടർ ആയിരുന്ന ലോറൻസ് മേക്കാട്ടുകളച്ഛൻ, ജിഫി മേക്കാട്ടുകൾ അച്ഛൻ, ചാൻസലർമാരായിട്ടുള്ള അച്ഛന്മാർ, കാരണം പാസ്റ്റർ കൗൺസിലിന്റെ എന്താ പറയാ നമ്മുടെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ചാൻസലറാണ് അതിരൂപതയിൽ. അവര് ഒരുപാട് വൈദികര്, ഒരു ഞായറാഴ്ച 4 ഇടവകൾ വരെ പോയി ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ.
ചിലപ്പോൾ ഞാൻ പിതാവിനോട് ചോദിക്കും, ഞാനാണ് പിതാവ് കൂടുതൽ പോയത് മത്സരിക്കും. അങ്ങനെ ഞാൻ പോയിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്യില്ല. ഏറ്റവും വലിയ ന്യൂനത ഡ്രൈവർ എന്റെ ഹസ്ബൻഡ്, ഈ എന്നോടൊപ്പം ശരീരപട്ടം ലഭിച്ചിരിക്കുന്ന എന്റെ സുഹൃത്തുക്കള് എല്ലാവരും, വൈദികര് എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് മുന്നോട്ട് വരണമെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം തൽക്കാലം എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ആ സപ്പോർട്ട് സിസ്റ്റം സഭയിൽ നിന്ന് ലഭിച്ച ഒരു വേർതിരിവുകളും ഇല്ലാതെ വൈദികരിൽ നിന്നും അന്മായ സുഹൃത്തുക്കളിൽ നിന്നും പർട്ടിക്കുലർലി എൻ്റെ കുടുംബത്തിൽ നിന്നും പരിപൂർണമായിട്ട് ലഭിച്ച ഒരു ഭാഗ്യവതിയാണ് ഞാൻ. അതൊരു വലിയ ദൈവാനുഗ്രഹമാണ്. ഞാൻ അതിന് കൂടെ ചേർത്തൊരു വാക്ക് പറയുന്നു, എല്ലാ സ്ത്രീകൾക്കും ചിലപ്പോ ഇങ്ങനെ സാധിച്ചു എന്ന് വരില്ല. കാരണം ഞാൻ എപ്പോഴും പറയാം, എൻ്റെ അമ്മാമ്മ റെജീന എന്ന് പറയുന്ന അമ്മാമ്മ എനിക്ക് ചിലപ്പോ എന്നെക്കാൾ സാമർത്ഥ്യം ഉണ്ടായിരുന്നു. പക്ഷെ 12 മക്കളായിരുന്നു. എപ്പോഴാണ് ഒരു പൊതുപ്രവർത്തനത്തിന് വേദി വരുന്നത്? പക്ഷെ എനിക്കത് രസിച്ചു എന്നുള്ളതും പിന്നെ എൻ്റെ ട്രെയിനിങ്, യൂണിവേഴ്സിറ്റി പ്രൊഫസർ എന്ന നിലയിൽ എനിക്ക് ഇൻഹിബിഷൻസ് ഇല്ല. എനിക്ക് വിദേശ ട്രെയിനിങ്ങുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നുള്ള ആ ഒരു സാഹചര്യം എന്നെ ഇതിന് പ്രാപ്തയാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.